നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ജനറൽ റിസർച്ച് എഞ്ചിനീയറിംഗ് ഫോഴ്സിലെ വെഹിക്കിൾ മെക്കാനിക്, മൾട്ടി സ്കിൽഡ് വർക്കർ എന്നീ തസ്തികകളിലേക്ക് 542 സ്ഥിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. എല്ലാ ഡീറ്റെയിൽസും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റായ www.bro.gov.in എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ എലിജിബിൾ ആയിട്ടുള്ള ഇതേപോലെയുള്ള എലിജിബിലിറ്റി ഉള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും ഇതിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കണം. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്നുള്ളത് 02/2025 എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് വേണം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇനി വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. വെഹിക്കിൾ മെക്കാനിക് ഇപ്പൊ നിലവിലെ 324 ഒഴിവുകളാണുള്ളത്. അതുപോലെ മൾട്ടി സ്കിൽ വർക്കർ പെയിന്റർമാരുടെ 13 ഒഴിവുകളും മൾട്ടി സ്കിൽ വർക്കർ DES അതിനുവേണ്ടി വേണ്ടത് 205 ഒഴിവുകളാണുള്ളത്. അങ്ങനെയാകെ 542 സ്ഥിരം ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് വെഹിക്കിൾ മെക്കാനിക്കിന്റെ 49 ഒഴിവുകളും മൾട്ടി സ്കിൽ വർക്കർ പെയിന്റർ 2 ഒഴിവുകളും മൾട്ടി സ്കിൽ വർക്കർ DES അതിന്റെ 31 ഒഴിവുകൾ ഉൾപ്പെടെ 82 ഒഴിവുകൾ ഈ എക്സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ് കാര്യം മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് www.bro.gov.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. ഈ സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിന്റെ വേണ്ട യോഗ്യതകൾ നമുക്ക് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക, ബന്ധപ്പെട്ട ട്രേഡുകളുള്ള ITM ആണ് അതിനുവേണ്ട യോഗ്യത. അതിലേക്ക് 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. വേക്കൻസി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ആകെ 542 ഒഴിവുകൾ, മൾട്ടി സ്കിൽ വർക്കർ പെയിന്റർ 13 ഒഴിവുകൾ, മൾട്ടി സ്കിൽ വർക്കർ DES 205 ഒഴിവുകൾ, വെഹിക്കിൾ മെക്കാനിക് 324 ഒഴിവുകൾ. അതാത് ട്രേഡുള്ള ITയും 10ാം ക്ലാസ് പാസ്സായവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയത്തുള്ളൂ. വനിതകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായപരിധി പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 27 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എന്നാലും റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് അത് ലഭിക്കും. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനലുകൾക്ക് 3 വർഷവും, അങ്ങനെയുള്ളവർക്കെല്ലാം ഗവൺമെന്റ് നൽകുന്ന ഉയർന്ന പ്രായപരിധിയുള്ള ഇളവ് ഇവിടെയും ബാധകമായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാകും, അതുപോലെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകും, അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നമ്മുടെ ഡോക്യുമെന്റ് ഒക്കെ വെരിഫൈ ചെയ്യാൻ, മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സിനൊക്കെ 50 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST കാരായവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കണം. അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. www.bro.gov.in എന്നുള്ള ബോർഡർ ഓർഗനൈസേഷന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് 2025 ഒക്ടോബർ 11 മുതൽ നവംബർ 24 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് അവസാന തീയതി 2025 നവംബർ 24 ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.